ഓക്കെ, താങ്ക് യു ഡോക്ടർ രജനി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുറന്നു വരുന്ന പരമ്പരയുടെ 1365-ാം ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്, നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഗോപികൃഷ്ണൻ സാറാണ്. അദ്ദേഹം പാലക്കാട് നിന്നാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഗോപികൃഷ്ണൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഗോപികൃഷ്ണൻ ഡോക്ടർ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ബാഷ് ഫ്ലവർ റെമഡീസിനെ കുറിച്ചാണ് സാധാരണയായി സാർ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് സാറിന്റെ ചികിത്സാനുഭവങ്ങൾ ആണ് സാറ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കുന്നത്. ചിലപ്പോൾ അത് ബാഷ് ഫ്ലവർ റെമഡി തന്നെ ആയിരിക്കാം, അതിന്റെ തുടർഭാഗങ്ങളായിരിക്കാം. എന്തായാലും ഇന്നൊരു നല്ല ക്ലാസ്, സാറിന്റെ നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സന്തോഷപൂർവ്വം ഗോപികൃഷ്ണൻ സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഹലോ, ഓക്കെ, കേൾക്കാം. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, വീണ്ടും നമ്മള് ബാഷ് റെമഡീസിന്റെ തന്നെ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് 40 റെമഡി, നമ്മൾ 39 റെമഡീസ് ഉള്ളതിൽ വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ക്രാബ് ആപ്പിൾ ആണ് ഇനി എടുക്കുന്നത് മെഡിസിൻസ്. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ വന്ധ്യപിതാവ് അപ്പുകുട്ട മേനോനെയും ഡോക്ടർ സാമൽ ഹനുമാനെയും എൻ്റെ സദ്ഗുരു മാതാമൃതാനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് ആരംഭിക്കുക. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു റെമഡിയെ കുറിച്ച് ഇന്ന് പറയുന്നത് ക്രാബ് ആപ്പിൾ. നമ്മുടെ വീടുകളിലെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ, ഡോക്ടേഴ്സ് ആണെങ്കിൽ ക്ലിനിക്കിൽ ലിറ്റർ കണക്കിന് ശരിക്ക് വേണ്ട ഒരു മരുന്നാണ് ക്രാബ് ആപ്പിൾ. ആപ്പിളിന്റെ ഉപയോഗം നമുക്കറിയാം, ഒരു ക്ലീൻസിങ് റെമഡിയാണല്ലേ ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ. അതേമാതിരി തന്നെയാണ് ക്രാബ് ആപ്പിൾ എന്ന് പറയുമ്പോഴും സിസ്റ്റം ക്ലീൻ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ശരിക്കും പറഞ്ഞാൽ ക്രാബ് ആപ്പിൾ. വളരെയധികം യൂസ്ഫുൾ ആണ്. അത് നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ക്രോണിക് പേഷ്യൻസിനെയും, അല്ലെങ്കിൽ ബണ്ടിൽ കണക്കിന് റെക്കോർഡ്സ് കൊണ്ട് നമ്മുടെ ചികിത്സയ്ക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾക്ക് ആദ്യമായിട്ട് ഇൻഡിക്കേറ്റഡ് ഡ്രഗ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് ഫ്ലവർ റെമഡിയോ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രഗാണ് ക്രാബ് ആപ്പിൾ. ധാരാളം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് നമ്മുടെ ദേഹം അതിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് ധാരാളം സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം മാറ്റിയെടുക്കുന്നതായിട്ട് ക്രാബ് ആപ്പിൾ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ക്രോണിക് പേഷ്യൻസിനെല്ലാം നമുക്ക് ക്രാബ് ആപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പ്രാക്ടീസിനെക്കാട്ടിലും ഇരട്ടി പ്രാക്ടീസും കിട്ടും. മാത്രമല്ല ആ പേഷ്യൻസിൻ്റെയൊക്കെ സൂക്കേട് മാറ്റുന്നതിൻ്റെ ഡ്യൂറേഷനും കുറഞ്ഞു കിട്ടും. ഈ ക്രാബ് ആപ്പിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹോമിയോപ്പതിയിലെ ആഴ്സനിക് ആൽബിന് തുല്യമായൊരു മരുന്ന്. ആഴ്സനിക് ആൽബ് ഫസ്റ്റീഡിയസ് ആണ് ശരിക്കും പറഞ്ഞത്. അവർക്ക് ആഴ്സനിക് ആൽബിന് നമ്മൾ എന്തൊക്കെ കമ്പാരിസൺ കൊടുക്കാമോ അതിനെല്ലാം കമ്പാരിസണായിട്ട് ക്രാബ് ആപ്പിൾ സിംറ്റംസ് ഉണ്ട്. സിഫിലിനത്തിന്റെ ഒരു മെയിൻ ഇൻഡിക്കേഷൻ ഇതിലുണ്ട്. നക്സോമേഴ്ക്ക് ഒരു ഇൻഡിക്കേഷൻ ക്രാബ് ആപ്പിളിനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഹോമിയോപ്പതി ഡ്രഗ്സിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡ്രഗാണ് ക്രാബ് ആപ്പിൾ. പെയിൻലെസ് പറഞ്ഞാൽ വൃത്തി പോരായ പറഞ്ഞാൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വന്നാൽ തന്നെ നമ്മുടെ ക്ലിനിക്കിൽ ഡെയിലി ഒരു 10, 20, 30, 40, 50 പേഷ്യൻസ് വരികയാണെങ്കിൽ ചില പേഷ്യൻസ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റിൽ ഇരിക്കാത്ത പ്രകൃതക്കാരുണ്ട്. ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാ പറയും. അല്ലെങ്കിൽ അവർ ശരി അവസാനം അവർ ആ കസാല, അവർ ഇരിക്കാൻ പോകുന്ന കസാലയിൽ സ്വന്തമായി തൂവാലാണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ തൂവാല വിരിച്ചതിൽ ഇരിക്കുന്ന പ്രകൃതക്കാരിയാണെന്ന് ഒബ്സർവ് ചെയ്ത് കണ്ട ഉറപ്പായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ ആണ് ഇത് പേഷ്യൻ്റ് ഈസ് എ ക്രാബ് ആപ്പിൾ. അവർക്ക് എപ്പോഴും ഡസ്റ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സൾഫർ പേഷ്യൻറ്റിനെ അടുത്ത് ഒരിക്കലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ഒരു റോഡോ അല്ലെങ്കിൽ വഴിയോ അതുമാതിരി ഉണ്ടെങ്കിൽ അത് വൃത്തിഹീനമാണെന്ന് പറഞ്ഞാൽ ഡോക്ടറെ വീട്ടിലേക്ക് വരുന്ന വഴി വളരെ വൃത്തികളാണ്. ഈ മഴക്കാലമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഓൺലൈനിൽ കൺസൾട്ട് ചെയ്താൽ മതി എനിക്ക് എന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ
100% ഇൻഡിക്കേഷൻ ഓഫ് ക്രാബ് ആപ്പിൾ. അപ്പൊ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, IBS കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ സിസ്റ്റം ക്ലീൻ ചെയ്യാന്ന് പറയാം, നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റം, ഹാർട്ട് ആയാലും കിഡ്നി ആയാലും സ്കിൻ ആയാലും ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് ആയാലും എല്ലാത്തിനും ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രഗാണ് ക്രാബ് ആപ്പിൾ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡ്രഗ്. എവരിബഡി ഷുഡ് കീപ് ഇൻ ദർ ക്ലിനിക് ക്രാബ് ആപ്പിൾ. നമുക്ക് വീട്ടിൽ ഉപ്പ് നമ്മൾ ഇല്ലാത്ത കറിയില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് നമുക്ക് ക്രാബ് ആപ്പിൾ ഇല്ലാതെ നമ്മളെ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഇനി മുതലെങ്കിലും പ്രാക്ടീസ് ചെയ്യരുത്. അതിന്റെ മൾട്ടിപ്പിൾ യൂസിൽ ഒന്ന് യൂസാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാലും കുളിക്കുമ്പോൾ സമയത്ത് നമുക്ക് ഒരു 6 drops നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ക്ലീൻ ചെയ്ത് കിട്ടും. നമുക്ക് വിളക്ക് കൊളുത്തുന്ന ഹിന്ദുക്കളെ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ആ വിളക്കിൽ ഈ ക്രാബ് ആപ്പിളിന്റെ 2 drops ഒഴിക്കാം. അല്ലെങ്കിൽ ജലദീപം പറഞ്ഞൊരു പ്രക്രിയയുണ്ട്, ആ പ്രക്രിയ അടക്കം നമുക്ക് ക്രാബ് ആപ്പിൾ ഡ്രോപ്സ് കൊടുക്കാം. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ഈ നെഗറ്റിവിറ്റി അന്തരീക്ഷത്തിൽ ഇത് മാറ്റിയെടുക്കും. പിന്നെ സ്കിൻ കണ്ടീഷൻസ് എല്ലാതരം സ്കിൻ കണ്ടീഷൻസിനും നമുക്ക് ക്രാബ് ആപ്പിൾ ഉപയോഗിക്കാം. അത് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാം. ശരിക്കും പറയാം, മിൽക്കിൽ 1:10 റേഷ്യോ അല്ലെങ്കിൽ 1:9 റേഷ്യോയില് മിൽക്കിൽ ക്രാബ് ആപ്പിൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ക്രാബ് ആപ്പിളിന്റെ ഒരു പ്രത്യേകത, വേറെ പ്രത്യേകത വെച്ചാൽ അവർക്ക് ഞാൻ സൗന്ദര്യവതിയല്ല എന്നൊരു തോന്നല്, അല്ലെങ്കിൽ മറ്റേ എന്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ അത്ര സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം കുറവുള്ള അവരെക്കാൾ സൗന്ദര്യമുള്ള വേറൊരാൾക്ക് പോയിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അത്രയും അത് ഞാൻ അവരെക്കാൾ സുന്ദരിയാണ്, എന്നെക്കാളും കറുത്ത വർഗ്ഗക്കാർ, ശരിക്കും പറഞ്ഞാൽ കറുത്ത ആൾക്കാരെ അടുത്ത് ഇത്തരം പേഷ്യൻസ് പോയിട്ടിരിക്കില്ല. അവർ കറുപ്പാണ്, ഞാൻ വെളുപ്പാണ് എന്നുള്ള പ്രത്യേകത അവർക്കുണ്ട്. പിമ്പിൾസിന് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാം നമുക്ക്. പിമ്പിൾസ് കാരണം എന്റെ ബ്യൂട്ടി പോയി, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചില ക്ലിനിക്കിലൊക്കെ മുഖത്ത് പിമ്പിൾസ് ആയിട്ട് മുഖത്ത് തോർത്ത് കൊണ്ടിട്ട് രാത്രി വരുന്ന പേഷ്യൻസ് വരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരം ടൈപ്പ് പേഷ്യൻസിനടക്കം നമുക്ക് ക്രാബ് ആപ്പിൾ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ട് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് മെൻസസ് ഇറഗുലാരിറ്റീസിന് കൊടുക്കാം. അതിന്റെ ശരിക്കും പറഞ്ഞാല് ഈ ക്ലീൻസിങ് ഏജന്റ് മിസ്റ്റർ ക്ലീനർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ക്രാബ് ആപ്പിൾ നമ്മൾ പറയുന്നത്, മിസ്റ്റർ ക്ലീനർ. അപ്പൊ ക്ലീനിങ് എവിടെയൊക്കെ ആവശ്യമാണ്? അപ്പൊ മെൻസസ് എന്ന് പറഞ്ഞ ഒരു 28 ദിവസം കൂടുമ്പോൾ ഒരു മാസം കൂടെ ഉണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻ, ഇറഗുലാരിറ്റി വരികയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ ക്ലീൻ ചെയ്യാൻ ക്രാബ് ആപ്പിൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോറിയാസിന് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാട്സിന് ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മൾ അടിച്ചുവാരി തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബക്കറ്റിലെ വെള്ളത്തിൽ വരെ നമ്മൾ ഫിനോയിലിന്റെ കൂടെ വരെ ക്രാബ് ആപ്പിൾ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് വീട് ക്ലീൻ ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാം. അന്തരീക്ഷത്തിനെ തന്നെ, ജെയിംസിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഗുണം ഈ ക്രാബ് ആപ്പിളിന് എന്ന മരുന്നിന് നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ സാധിക്കും. ക്രാബ് അത്രയും വണ്ടർഫുൾ റെമഡിയാണ്. അപ്പോൾ ക്രാബ് ആപ്പിൾ ഒഴിച്ചുകൂടില്ല നിങ്ങൾക്ക്. ശരിക്കും ഇപ്പൊ തൊലിപ്പുറത്തെ അസുഖങ്ങൾ മാറ്റാൻ, മുഖക്കൊരു രക്തത്തിലെ ദൂഷ്യം പറഞ്ഞാൽ ചിലത് പറയാം, ആയുർവേദക്കാർ പ്രത്യേകിച്ച് പറയല്ലേ, ഇത് രക്തത്തിലെ ദൂഷ്യമാണ്, അങ്ങനെ വല്ല പേഷ്യൻസിന് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ചില പോരായ്മകളുണ്ട്, പക്ഷെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് എൻ്റെതായ ചില നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഫീലിങ്ങൾ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ആ നെഗറ്റിവിറ്റിയെ മാറ്റി നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചെറിയ കാര്യങ്ങൾ മേക്ക് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ എന്ന് പറയാൻ നമുക്ക്. ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേകത ഈ ക്രാബ് ആപ്പിളിനുണ്ട്. ഇപ്പൊ മഴക്കാലം വരുമ്പോൾ മഴയത്ത് നനഞ്ഞു വന്ന പേരക്കുട്ടികളോ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളോ ഉണ്ടെങ്കിൽ, അപ്പൊ അത് ആ കുട്ടികളെ നമ്മൾ നനഞ്ഞത് തലതോർത്തി കൊടുത്ത് അസുഖം വരാതിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിന്റെ ഷൂസോ നിന്റെ സോക്സോ അതിനകത്ത് എടുത്തു വെക്കുക എന്ന് പറഞ്ഞ പ്രകൃതക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ഒരു ക്രാബ് ആപ്പിളിന്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ നമ്മൾ കാണപ്പെടുക. ആ ചെറിയ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വലിയ കാര്യങ്ങളെ മറക്കുക. പിന്നെ നമുക്ക് വരുന്ന ചില പേഷ്യൻസ് വേണം, എനിക്ക് മുഖത്ത് ഒരു വെള്ളപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ ഇന്ന കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കേസ് ടേക്കിൽ എടുക്കുമ്പോൾ അതിനേക്കാളും വലിയ രോഗങ്ങളിൽ
അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല അവർക്ക് ആവശ്യം. ഇതാണ് കാര്യം. നമുക്ക് ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ അത്തരം ചെറിയ അസുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് വലിയ ചെറിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ്, വലിയ അസുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പ്രകൃതക്കാർക്ക് ക്രാബ് ആപ്പിൾ മസ്റ്റ് റെമഡിയാണ്. ക്രാബ് ആപ്പിൾ ക്ലീൻസിങ് റെമഡിയാണ്. ബ്യൂട്ടി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ഒബേസിറ്റി, ഈ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞാൽ എന്ത് ചെയ്താലും മാറുന്നില്ല, ഇത് മാറില്ല എൻ്റെ അസുഖം എന്ന് പറയുന്ന ആ ഒബേസിറ്റി പേഷ്യൻസിനെ അടക്കാം നമുക്ക് ക്രാബ് ആപ്പിൾ കൊടുത്ത് നോക്കും. ഒബേസിറ്റിക്ക് തീർച്ചയായിട്ടും ഫലപ്രദമായതാണ്. ബ്ലൂമി, എക്സസീവ് ഹങ്കർ ഉള്ളവർക്ക്, നമ്മൾ അത്യാർത്തി കാണിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ക്രാബ് ആപ്പിൾ കൊടുക്കുക. ഇപ്പൊ ക്രാബ് ആപ്പിൾ ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കേസിനും അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും നമുക്ക് ക്രാബ് ആപ്പിൾ പ്രിസ്ക്രിപ്ഷൻ ഇനി മുതലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഡ്രഗായിട്ട് ജീവിതത്തിൽ മാറും. അത് ഉപയോഗിച്ച് നോക്കും തീർച്ചയായിട്ടും. പിന്നെ ക്രോണിക് പേഷ്യൻസ്, ചില ഓട്ടോമ്യൂൺ ഡിസീസ് ഇങ്ങനെ വർഷങ്ങളായിട്ട് അവരൊക്കെ അനുഭവിക്കുന്നവർക്ക് അവരെ അതൊന്നും അവരുടെ ടോക്സിസിറ്റി ശരീരത്തിൽ മാറ്റുന്നതിനായിട്ട് നമുക്ക് ഈ ക്രാബ് ആപ്പിൾ ഉപയോഗിക്കാം. ക്രോണിക് ഡയറിയ നമ്മൾ IBS പോലുള്ളത് അല്ലെങ്കിൽ ഡിസെൻട്രി പോലുള്ള ലിവർ ഡിസീസ് കൊണ്ടുള്ള വരുന്ന വയറിളക്കങ്ങള്, വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് വയറിളക്കം അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്ക് നമുക്ക് ക്രാബ് ആപ്പിൾ കൊടുത്തു നോക്കി തീർച്ചയായിട്ടും അവരെ നമുക്ക് നോർമലൈസ് കൊണ്ടുവരാൻ സാധിക്കും. പൊണ്ണത്തടി, വിശപ്പില്ലായ്മ, ആപ്പിൾ പൊതുവെ ശരീരത്തെ വൃത്തിയാക്കുന്ന കൂട്ടത്തിലാണ്. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്ന മരുന്നാണ് ക്രാബ് ആപ്പിൾ. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും നമ്മുടെ നെഗറ്റിവിറ്റിയെ മാറ്റാൻ പറ്റും. ഇതിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വാഷിങ്, പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്യും. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നവരാണെങ്കിൽ പാത്രങ്ങൾ പല പ്രാവശ്യം മോറുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം പല പ്രാവശ്യം കഴുകി ഉപയോഗിക്കുന്നവർ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് പല പ്രാവശ്യം കൈകാല് കഴുകി കിടക്കാൻ മതി. ഒന്നൊരാട് നമ്മളെ ബെഡ്ഷീറ്റ് മാറ്റുന്ന പരുവക്കാര്. ഞാനൊരു ബാംഗ്ലൂർ ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു പ്രത്യേക OCD, ശരിക്കും പറഞ്ഞാൽ OCD കേസായിരുന്നു അത്. അവരുടെ പ്രത്യേക സിംറ്റംസ് വെച്ച് കഴിഞ്ഞാല് അവര് കുളിമുറിയിൽ നിന്ന് വരുന്ന സമയത്ത് പഠിക്കാൻ ടേബിളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബെഡിലേക്കോ വരുന്ന സമയത്ത് ചാടിയാണ് വരും. എന്തിനാ അങ്ങനെ വരുന്നത്? ഞാൻ കാല് കഴുകി വന്നതാണ്, ഞാൻ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഡസ്റ്റ് എൻ്റെ കാലിൽ പിടിക്കും, എനിക്ക് വീണത് എനിക്ക് പറ്റില്ല. അവരുടെ ഓപ്പോസിറ്റ് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് പറ്റില്ല, അവർക്ക് പറ്റില്ല, അവർക്ക് അത് പഠിക്കാൻ സാധിക്കില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ ഇത്തരം ചെറിയ കാര്യം. അപ്പോൾ തുണി തോരിയിട്ടു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റായി തട്ടി, അതുകൊണ്ട് വീണ്ടും തുണി വീണ്ടും കഴുകി വീണ്ടും ഉണക്കാനിടുന്ന പ്രകൃതക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ക്രാബ് ആപ്പിൾ ഉപയോഗിക്കാം. അപ്പോൾ ക്രാബ് ആപ്പിൾ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികളിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു ഡ്രഗായിട്ട് ഈ കാലഘട്ടത്തിൽ മാറി. എക്സിമ, അരിമ്പാറ, വളർച്ച രോഗങ്ങൾ, മറുക് ഒരു ലോകോത്തര ക്ലീനിങ് മരുന്നാണ്. നമ്മള് എത്രയോ ക്ലീനിങ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ക്രാബ് ആപ്പിൾ ഫുൾ ബോട്ടിൽ 450 ml ഒക്കെ വാങ്ങിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ക്രാബ് ആപ്പിൾ ഉപയോഗിക്കാം. നമ്മുടെ വെജിറ്റബിൾസ് അതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ക്രാബ് ആപ്പിൾ ഡ്രോപ്പ് ചെയ്തിട്ട് വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ലോകോത്തര ക്ലീനിങ് വരുന്ന ചെറിയ കാര്യങ്ങൾ മനസ്സ് വല്ലാതെ പതറുന്നു. നേരത്തെ മഴയിൽ നനഞ്ഞ ഷൂസ് വൃത്തിയാക്കിയ ശേഷം വീട്ടിൽ കയറിയാൽ മതി. അതിനേക്കാൾ നനഞ്ഞ പാദങ്ങൾ, കുറച്ച് വേവലാതി, അത് കാരണം ജലദോഷം വരും എന്ന ബോധമില്ല. മുഖത്തെ പുള്ളികൾ ചികിത്സയ്ക്ക് വന്നയാൾക്ക് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്ക് ഹിപ്പ് ഡിസ്ക് ഉണ്ടായി, അതിനെക്കുറിച്ച് വേവലാതിപ്പെടാണ്ട് ഈ ചെറിയ പുള്ളികൾക്ക് ചികിത്സ തേടുന്ന ആൾക്കാർ, ഒരു ചികിത്സയും സംതൃപ്തി കാണാത്തവർ, കുളിക്കുന്ന വെള്ളത്തിൽ 6 ഡ്രോപ്സ് ഉപയോഗിച്ച് നമുക്ക് ഡെയിലി കുളിക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലീൻസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഇതിനൊക്കെ കരുതാൻ, നമ്മൾ സ്കിൻ പ്രോബ്ലംസ് കുറയ്ക്കാം. എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഈ മരുന്ന് ഉപയോഗിക്കാം. തൈലമായിട്ട് ഉപയോഗിക്കാം, ഓയിൻമെന്റ് പ്രിപ്പറേഷൻ ചെയ്ത് ഉപയോഗിക്കാം. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ധാരാളം അലോപ്പതി മരുന്നൊക്കെ എടുത്ത ശേഷം വരുന്ന രോഗികൾക്ക് അതിന്റെ ദൂഷ്യവശം ശരീരത്തിൽ നിന്ന് മാറ്റാൻ. നക്സോമിക്കമാര് നമുക്ക് വരുന്ന ക്രോണിക് പേഷ്യൻസിനെല്ലാം നമ്മൾ ക്രാബ് ആപ്പിൾ ഒരു ഫ്യൂ ഡോസസ് എന്നല്ല പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ 2-3 മാസം കൃത്യമായി കഴിച്ചു നോക്കും. തീർച്ചയായിട്ടും അവരിൽ വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും ശരിക്കും പറഞ്ഞത്.
മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 to 6 months എങ്കിലും പ്രിസ്ക്രിപ്ഷൻ മാറ്റാതിരിക്കുക. അതിനിടയിൽ വരുന്ന അഡീഷണൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ആ അഡീഷണൽ സിംറ്റംസിന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാന്നല്ലാണ്ട് വെറുതെ മരുന്ന് മാറ്റരുത്. മരുന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗുണവശങ്ങൾ കിട്ടില്ല. തൊലിപ്പുറത്തെ അസുഖങ്ങൾ, എക്സ്റ്റേണൽ പല പ്രാവശ്യം കൈ കഴുകുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സ് വീണ്ടും വൃത്തി പോരാ എന്ന് പറഞ്ഞ് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കാത്തവർ, അങ്ങനെ അവർ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികൾ നല്ലൊരു ടോയ്ലറ്റ് അല്ലാതെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാത്ത വന്ന് തിരിച്ച് അങ്ങനെ ഹാബിറ്റ് ഫോം ചെയ്യുന്ന ആൾക്കാർക്ക്. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് വലിയ ഒരു സെൻട്രൽ ഗവൺമെന്റിലെ ന്യൂട്രീഷൻ സയന്റിസ്റ്റ് ആയിരുന്നു. ആ സയന്റിസ്റ്റ് ലോകത്തിൽ ഇനി സഞ്ചരിക്കാത്ത രാജ്യങ്ങളിൽ, പക്ഷെ ഭാര്യ ഒരിക്കലും അദ്ദേഹത്തിന് കൂടെ ഈ രാജ്യങ്ങളിൽ പോവുകയോ ഒരിക്കലും ചെയ്തിട്ടേ ഇല്ല. കാരണം അവർക്ക് പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ അവർക്ക് താല്പര്യമില്ല. മറ്റുള്ളവർ ഉപയോഗിച്ച ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ പോവാതെ. ഈ പറഞ്ഞ രോഗി അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേഡി എവിടെ പോകുമ്പോഴും സ്വന്തമായിട്ട് ഭക്ഷണം കയ്യിൽ കരുതിയിരിക്കും. പുറത്തുനിന്ന് കഴിക്കില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം അവരിന്ന് കയ്യിൽ കരുതിയിരിക്കും. വീട്ടിൽ തിരിച്ചു വന്നിട്ട് അധികം കഴിക്കില്ല. ദൂരെ യാത്രകൾക്ക് പോകുമ്പോഴും അവർക്ക് പ്രത്യേക ഡയറ്റ്, പ്രത്യേകം ഷീറ്റ്, ബെഡ്ഷീറ്റ് ഇതെല്ലാം കാണും. പിന്നെ നമ്മൾ എവിടെ വിളിച്ചാലും ഇത്തരം രോഗികൾ വരാൻ താല്പര്യപ്പെടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലോഡ്ജ് റൂം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ വയ്യോന്, ഇനി അഥവാ നമ്മൾ നിർബന്ധിച്ച് വന്നാലും അവർ പ്രത്യേകം ബെഡ്ഷീറ്റ് ഒക്കെ കയ്യിൽ കരുതിയിരിക്കും. അവിടെ തരുന്ന ബെഡ്ഷീറ്റ് ഉപയോഗിക്കില്ല. അപ്പൊ ഇത്തരം രോഗികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു കോമൺ ആയിട്ട് തോന്നുമെങ്കിലും അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റെമഡിയെ കൊണ്ട് അവർക്ക് അവരുടെ ബാക്കി മറ്റുള്ള അസുഖങ്ങളും ഈ സിംറ്റംസ് വെച്ച് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. വൃത്തി പോരാ എന്ന് പറഞ്ഞ് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കാത്തവർ, അങ്ങനെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും മറ്റുള്ളവർ തൊട്ടത് വരെ ഉപയോഗിക്കില്ല. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നു തമ്മിൽ അങ്ങനെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അവരെ പ്ലേറ്റ് നമ്മൾ, അങ്ങനെയാണ് ഇവർ ആ സ്ഥലത്ത് എഴുന്നേറ്റ് പോയത്. ഹോട്ടലിലൊന്നും കഴിയുന്നു ഭക്ഷണം കഴിക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. മാനസിക ശാരീരിക ചിന്തകൾക്ക്, നെഗറ്റീവായി ചിന്തിക്കുന്നവർ കുളിക്കുന്ന വെള്ളത്തിൽ 6 drops ഒറ്റിച്ച് കുളിക്കുക. അലക്കിയ തുണികൾ വീണ്ടും കഴുകുക. അടുക്കളയിൽ ഓരോ പ്രാവശ്യം പാത്രങ്ങൾ, ഗ്ലാസുകൾ കഴുകി സമയം ചെലവഴിക്കുക. എല്ലാത്തിലും പൊടി പിടിച്ചുണ്ടെന്ന് പറഞ്ഞ് വൃത്തിയാക്കുന്ന ശീലം. ആഴ്സനിക് ആൽബി ദ ഹോമിയോപ്പത്തിക് റെമഡി. ചെറിയ കാര്യങ്ങൾ വലുതായി കണ്ട് ടെൻഷൻ അടിക്കുന്നവർ, വലിയ രോഗങ്ങൾ, ക്യാൻസർ ചികിത്സ തേടാതെ ഉള്ള ചികിത്സ തേടാതെ ചെറിയ മുഖത്തെ പാടുകൾ ചികിത്സ തേടി വരുന്നവർ, ഹാബിറ്റ്സ് മാറ്റാം. നമ്മൾ ചെറിയ ഹാബിറ്റ്സ് ഉണ്ടാവും. നമുക്ക് തന്നെ പറയാം എൻ്റെ ചില നെഗറ്റിവിറ്റീസ് ഉണ്ട്, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരം നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലിമാറ്റിസ് പേഷ്യന്റിന്റെ മാതിരിയാണ് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം എനിക്ക് കറക്റ്റാണ്. അപ്പൊ നമുക്ക് ആ ക്രാബ് ആപ്പിൾ അവിടെ ഉപയോഗിക്കാം. എക്സിമ, സോറിയാസിസ്, വാർഡ്സ്, പോസിറ്റീവ് അപ്രോച്ച് നമുക്ക് ലഭിക്കും. പുറത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്സനിക്കാലും തുല്യമായ മരുന്ന്, മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കുന്ന മരുന്നാണ് ക്രാബ് ആപ്പിൾ. മിസ്റ്റർ ക്ലീൻസർ എന്നാണ് ഈ മരുന്നിനെ പറ്റി പറയുന്നത്. ചിലർക്ക് ചില വീടുകളിൽ പോകാൻ താല്പര്യമില്ല, വൃത്തിയുള്ള സ്ഥലത്തൂടെ പോകാൻ പറ്റാതിരിക്കും, കഴുകിയ വസ്ത്രങ്ങൾ വീണ്ടും കഴുകുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പാത്രങ്ങൾ ഓരോ പ്രാവശ്യം കഴുകി ഉപയോഗിക്കുന്നത്, ഹോട്ടൽ റൂമിൽ പോകാൻ ഇഷ്ടമില്ലായ്മ, പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക, മറ്റു വീടുകളിൽ ചെല്ലുമ്പോൾ ഇരിപ്പിടം തുടച്ചിരിക്കുന്ന പ്രകൃതം, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരോട് അകൽച്ച പാലിക്കുന്നത്, മാനസികമായും ശാരീരികമായും വൃത്തി ജാസ്തിയുള്ള. വൃത്തി എന്ന് പറഞ്ഞാൽ ഇവരെ സിവിലിന്റെ ശരിക്കും മറ്റേ കാരണം കൂടുതലായിട്ട് ഇവർക്ക് വൃത്തി ആവശ്യം. ഇവരും പറഞ്ഞാൽ വാഷിംഗ് ഹാൻഡ്സ് ആൾവേസ് ആണ്. ഇത് അങ്ങനെയല്ല, അതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ജലപിശാചം എന്നല്ല, അതിനപ്പുറം നമുക്ക് ഇത് ഉണ്ടാക്കാം. അലോപ്പതി ചികിത്സയ്ക്ക് ശേഷം എക്സോമിക്കമായ ക്രാബ് ആപ്പിൾ ഉപയോഗിച്ച് ദൂഷ്യവശങ്ങൾ ശരീരത്തിൽ ഇല്ലാതാക്കാൻ ഇത് ഉപയോഗിക്കും. വൃത്തിയില്ലാത്ത കുട്ടികളെ ഇവരെ ലാളിക്കില്ല. നമ്മളൊക്കെ സാധാരണ ചെറിയ കുട്ടികളെ കണ്ടാൽ നമുക്ക് എടുക്കാമെന്നു, പക്ഷെ വൃത്തിയും വെടുപ്പില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീരീസ് അല്ലാത്ത കുട്ടികളെ പറഞ്ഞാൽ ഇവരെടുക്കില്ല. എവിടെ എത്ര ചന്തം ഉണ്ടെങ്കിൽ ശരി ഡ്രസ്സിൽ വൃത്തിയില്ല, അല്ലെങ്കിൽ ജലദോഷം മുക്കുന്നു വരും, എടുക്കില്ല. തമിഴിൽ ഒരു ചൊല്ലിന് ശുദ്ധം സുഖം തരുന്നു. ശുദ്ധം സുഖം തരുന്ന പറയുന്നപ്പോൾ അത്രയും അവര് ശുദ്ധത്തിന് അല്ലെങ്കിൽ ആ ക്ലീൻനെസ്സിനെ അവര് മാനിക്കുന്നു. മെൻസസ് ശരിയായ രീതിയിൽ വരാത്തവർക്ക് കൊടുക്കാം. സൗന്ദര്യം പോരാ എന്ന് പറയുന്നവർ, ഒബേസിറ്റിക്ക് നമുക്ക് കൊടുക്കാം. ഒബേസിറ്റിക്കൊക്കെ പറയുന്ന OCDക്ക് നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രഗ്സ്. OCD എന്ന് പറഞ്ഞാൽ ഒബ്സഷനാണ്. ക്രാബ് ആപ്പിളിന് ഇല്ലാത്ത ഒബ്സഷൻസ് ഇല്ല, എല്ലാ തരത്തിലുള്ള ഒബ്സഷനും അവർക്ക്. നമ്മളൊക്കെ പണ്ട് ഹിന്ദുക്കളൊക്കെ വീട്ടിൽ നമ്മൾ സന്ധ്യയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സന്ധ്യക്കല്ല, ഉമ്മറപ്പടിയൊക്കെ മറ്റേ കട്ടിലകളിലൊക്കെ ഉമ്മറപ്പടി ഉണ്ടായിരുന്നു. ഇത് സന്ധ്യ നേരത്തെ ഉമ്മറപ്പടി ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ നരസിംഹമൂർത്തി ആ സമയത്ത് വരുന്ന സമയമാണ്. അപ്പൊ നമ്മള് അഥവാ ഉമ്മറപ്പടി ചാടി കിടന്നപ്പടി തൊട്ട് നമസ്കാരം
അങ്ങനെ ഒരു ഒബ്സഷൻ വന്ന ആൾക്കാർക്ക് ആ ഒരു ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പിന്നെ മറക്കില്ല. അപ്പൊ ഏത് മുറപ്പടി കണ്ടാലും ഒന്ന് തൊട്ട് നമസ്കരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളവർ. കറുത്ത ആൾക്കാരോട് അടുത്തിരിക്കാത്തവർ ഓയിൽ ലാമ്പായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ക്ലീനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഹെയർ ലോസിന് ഉപയോഗിക്കാം. ഹെയർ ലോസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ, നമ്മളൊക്കെ സാധാരണ ഹെയർ ലോസ് ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും അവർക്ക്, ഇല്ലേ? പിന്നെ മുടി കൊഴിഞ്ഞ് നല്ല മുടി ഉണ്ടായ ഹെയർ ലോസിന്. അപ്പോൾ അതിന് ഈ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാം. ഈ ആങ്സൈറ്റിയും കൂടെ ഉള്ള സിംറ്റംസ് ആയതുകൊണ്ട് അഗ്രിമെന്റ് എന്ന ഡ്രഗ് പ്ലസ് ക്രാബ് ആപ്പിളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഹെയർ ലോസ്. ഇനി ഇതിന്റെ ചികിത്സാനുഭവങ്ങളാണ് നമ്മൾ ഡോക്ടേഴ്സ് പുസ്തകത്തിൽ നിന്ന് നമ്മൾ എടുത്തു പറയുന്നത്. 40 വയസ്സായ സ്ത്രീ, മാസങ്ങളായി കയ്യിൽ ചെറിയ ചെറിയ കുരുക്കൾ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ മുഴകളുമുണ്ട്, മാനസിക പിരിമുറുക്കം വരുമ്പോൾ ചൊറിച്ചിൽ ജാസ്തിയാകും, ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം മനസ്സിനെ അസ്വസ്ഥയാക്കിയിരുന്നു, അതും ശാരീരിക മാനസിക റിലാക്സേഷൻ ഇല്ലാണ്ടാക്കി. അപ്പൊ ഈ ഒരു സ്കിൻ കംപ്ലൈൻസ് ചെറിയ സിസ്റ്റമാരിയുള്ള ബോഡിയിൽ ഇത് രണ്ടുപേരും വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കിയവർ. ഈ തിണർപ്പുകൾ വീട്ടുജോലി ചെയ്യാൻ തടസ്സമായി. ഈ സ്കിൻ കംപ്ലൈൻസും മാത്രമല്ല ഈ അസുഖം വളരെ വൃത്തികെട്ടതായി തോന്നുകയും ചെയ്തു. ഈ വൃത്തികെട്ടത് അല്ലെങ്കിൽ ക്ലീനിങ് എന്റെ ശരീരത്തിലെ സ്കിൻ പ്രോബ്ലം ഇരിക്കുന്നതിന് അറപ്പും വെറുപ്പും ഉളവാക്കുന്നു എന്ന് അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഈ മേൽപ്പറഞ്ഞ അസുഖത്തിന് നമ്മൾ കൊടുത്തത് ക്രാബ് ആപ്പിൾ എന്നാണ്. വൃത്തിയില്ലായ്മ, ചെറിയ അസുഖങ്ങൾക്ക് അമിത ഉത്കണ്ഠ, വെർവിയൻ ടെൻഷൻ കുറയാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്തു. ചികിത്സ തുടങ്ങിയ ശേഷം സ്കിൻ കംപ്ലൈൻസ് കുറഞ്ഞു, മുഴകൾ ചെറുതാവാൻ തുടങ്ങി, വളരെ കാലമായി മലബന്ധം അവർക്കുണ്ടായിരുന്നു, അതിന് മാറ്റമുണ്ടായി, മാനസിക പിരിമുറുക്കം നന്നായി കുറഞ്ഞു, കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ കുറഞ്ഞു, മുഴകൾ മുഴുവനും അപ്രത്യക്ഷമായി, മലബന്ധം തീരെ ഇല്ലാതായി, മാത്രമല്ല 20 വയസ്സും പ്രായം കുറഞ്ഞതായി അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവർ പറയുമ്പോൾ ഞാൻ വളരെയധികം യങ്ങറായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കണ്ടാൽ പറയുന്നു എനിക്ക് വളരെയധികം ബ്യൂട്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പമായി തോന്നുന്നു പറയുന്നു. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് 65 വയസ്സായ സ്ത്രീ വീട്ടുജോലി ചെയ്യാനാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. വീട്ടുജോലി ചെയ്ത്, അതായത് നമ്മൾ മറ്റുള്ള വീടുകളിൽ പണിയെടുത്തിട്ട് അവർ ചെയ്യും. ഓരോ വീടുകളിലും മാലിന്യങ്ങൾ വൃത്തിയാക്കി അവർക്ക് തന്നെ വൃത്തികെട്ടത് അവർക്ക് തന്നെ വെറുപ്പ് വരാൻ തുടങ്ങി. ഓരോ വീട്ടിലും മാലിന്യങ്ങളെ കണ്ടിട്ട് അവർക്ക് പറയാം, ഓ എനിക്ക് വൃത്തി പോരാ. അവർക്ക് ഇതിന്റെ പ്രോബ്ലം വരാൻ, അവർക്ക് അത് തന്നെ മാനസിക പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും വൃത്തികേടായി കിടക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കാം. അപ്പൊ ഇങ്ങനെ വൃത്തികെട്ട സാധനങ്ങളെ കഴുകി അവർക്ക് എപ്പോഴും അതിൽ മേലെ ശ്രദ്ധയായി അവർക്ക് ശരിക്കും പറഞ്ഞാൽ. എവിടെയെങ്കിലും വൃത്തികേടായി കിടക്കുന്നുണ്ടോ അതിന്റെ ഹാബിറ്റായി. അപ്പൊ അങ്ങനെ ആ ഒരു കേസിന്, ആ ഒരു സെർവന്റിന് നമ്മൾ കൊടുത്തത് ക്രാബ് ആപ്പിൾ എന്ന ഡ്രഗാണ്. അകത്തും പുറത്തും കഴിക്കാൻ കൊടുത്തു. കുളിക്കുവന്ന വെള്ളത്തിൽ ക്രാബ് ആപ്പിൾ ഇട്ട് കുളിക്കാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിവരം അറിയിച്ചു. കാര്യങ്ങളെ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കും, മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും, സന്തോഷപ്രദമായ കാര്യങ്ങളിലേക്ക് ആണ് അവരൊക്കെ ജീവിതം നയിക്കാൻ സാധിച്ചു. 2 മാസം ശേഷം അവർ പറഞ്ഞു മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യവുമുണ്ട്, ഉത്സാഹവുമുണ്ട്. ഇപ്പോൾ അവർക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു അഴുക്കുകൾ കാണുമ്പോൾ ചെയ്യാൻ അറപ്പോ വെറുപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാബിറ്റ് അവരൊക്കെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു. 70 വയസ്സായ സ്ത്രീ, പൊതുവെ അവർ നല്ല ഉത്സാഹവതിയുള്ള സ്വഭാവക്കാരിയാണ്. മറ്റുള്ളവരിൽ ഒരു ജോലിയുള്ള ഉത്സാഹക്കുറവ്, സിക്നസ്, ശബ്ദങ്ങൾ, വൃത്തിയില്ലായ്മ, അവർക്ക് ടെൻഷൻ ഉണ്ടാകും. മറ്റുള്ളവരെ ജോലി ചെയ്യാതിരുന്ന അവർക്ക്, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ജോലി ചെയ്യുന്നവർക്ക് അത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ടെൻഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവരുടെ വൃത്തിയില്ലായ്മ കണ്ട ഇവർക്ക് ഇറിറ്റേഷൻ, മനസ്സിന് ഇറിറ്റേഷൻ വരാൻ. എന്നെ കാണാൻ വരുന്ന സമയത്ത് അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോകുകയായിരുന്നു. തന്നിൽ നിന്ന് ധാരാളം വൃത്തിയാക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നവർ വിചാരിച്ചു. അപ്പൊ വീട് മാറുന്ന സമയത്ത് അവർ എനിക്കെന്നെ കുറെ കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട് എന്നുള്ള ഒരു മനസ്സിനും ശരീരത്തിനും ഉണ്ടെന്ന് തോന്നി. അവർക്ക് ശ്വാസതടസ്സം, നെഞ്ചുവേദന, ആസ്മ എന്നിവ ഉണ്ടായി. ക്രാബ് ആപ്പിൾ വൃത്തിയാക്കണം എന്ന് സ്വയം വിചാരിച്ച ആ ഒരു സിംറ്റംസിനെ പ്രിസ്ക്രൈബ് ചെയ്തു. ഇംപേഷ്യന്റ് അവരുടെ മാനസിക പിരിമുറുക്കത്തിന് 1 മാസത്തിന് ശേഷം ബ്രോങ്കൈറ്റിസിന് നല്ല മാറ്റമുണ്ട് എന്ന് അറിയിച്ചു. നെഞ്ചുവേദനയ്ക്ക് കുറവുണ്ട്. അടുത്ത മാസം അവർ പറഞ്ഞു അവരുടെ മാനസിക പിരിമുറുക്കത്തിന് നല്ല മാറ്റമുണ്ട്. വീട് മാറിയപ്പോൾ അവർക്ക് ടെൻഷൻ ഒന്നും അനുഭവപ്പെട്ടില്ല, വളരെ റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭയങ്കര ക്ഷീണത്തിന് നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ ഫ്ലവർ റെമഡി ആയിട്ട് കൊടുക്കുന്ന ഹോൺ ബീമാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ക്രാബ് ആപ്പിളിന് പുറമെ അവർക്ക്
ഇൻപേഷ്യനും പുറമെ ഹോൺബി എന്ന മരുന്ന് കൂടെ കൊടുത്തു. ശാരീരിക ക്ഷമത വീണ്ടെടുത്ത ശേഷം വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു. 5 മാസം ശേഷം പറഞ്ഞ് ഇപ്പോൾ അവർ വളരെ ഉത്സാഹവതിയാണ്. എല്ലാ അർത്ഥത്തിലും ഹാപ്പിയാണ്. ശ്വാസം മുട്ടൽ മാറി, നെഞ്ചുവേദന മാറി, ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. നമ്മുടെ അടുത്ത് വന്നത് ഒരു കേസിനാണെങ്കിലും നമ്മൾ ക്രാബ് ആപ്പിൾ കൊടുത്ത ക്ലീൻസിങ് ഏജന്റ് കൊടുത്ത അവരുടെ മൾട്ടിപ്പിൾ ഡിസീസാണ് നമുക്ക് മാറ്റാൻ സാധിച്ചത്. അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസിന് മരുന്ന്, ആസ്മയ്ക്കിൻ്റെ മരുന്ന് പ്രത്യേകിച്ച് കൊടുക്കുക, അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഓരോ നമ്മൾ കേസ് വരുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ഒബ്സർവേഷൻ ചെയ്യാൻ ഡോക്ടർ ഭാഷ പറയുന്നത് അവരെയുള്ള പ്രത്യേക ലക്ഷണങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ അവർ അതിൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്, അവരുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കും, അതിനനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അസുഖങ്ങൾ മാറി കിട്ടുന്നതാണ് ഡോക്ടർ ഭാഷ പറയുന്നത്. ക്ഷീണത്തിന് പറഞ്ഞ മെഡിസിൻ ഏതായിരുന്നു? ഹോൺബീൻ സ്പെല്ലിങ്ങും കൂടെ പറയണേ. ഹോൺബീൻ എന്ന് പറയാം മൺഡേ മോർണിംഗ് റെമഡി എന്ന് പറയുന്നത്. ശരിക്കും എന്താ വെച്ചാൽ ഞായറാഴ്ച വന്ന് നമുക്ക് ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച നല്ല നമുക്ക് എല്ലാ റിലാക്സേഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞുവല്ലോ, തിങ്കളാഴ്ച ഇന്ന് ഓഫീസിൽ പോകണം എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹോൺബീം അവരെ റെക്ടിഫൈ ചെയ്യും. 12 വയസ്സായ പയ്യൻ അപസ്മാരമുണ്ടായി ബോധം കെടലും ആണ് അസുഖങ്ങൾ. അധ്വാനിച്ചപ്പെട്ടി സ്കൂളിൽ നല്ല മാർക്കും വാങ്ങിയിട്ടുണ്ട്. വളരെയധികം സന്തോഷവാനായിരുന്നു. ഈ പയ്യന് ഈ അസുഖം പിടിപെട്ടതിന് ശേഷം ഇപ്പോൾ അടിക്കടി തലവേദനയും ദേഷ്യവും വരാറുണ്ട്. സ്പോർട്സിൽ റണ്ണിങ്ങിന് ഇഷ്ടമുള്ള വിനോദമായിരുന്നു. അസുഖം വന്ന ശേഷം ഓട്ടം നിർത്തി. ഒരു പ്രാവശ്യം ഓടുന്നതിനിടയിൽ മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ഉണ്ടായി. അപസ്മാരം ഇരട്ടിച്ചു. ഡബിൾ വിഷൻ ഉണ്ടായി. വലത്തു കൈയിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടിക്ക് ടോൺസിൽസിന്റെ ഉപദ്രവമുണ്ട്, അതുകൊണ്ടാണ് നിരന്തരമായ ജലദോഷം വരുന്നതെന്ന്. ടോൺസിലൈറ്റിസ് എടുത്തു കളഞ്ഞു. ആരോഗ്യം കുറച്ച് മെച്ചപ്പെട്ടു, പക്ഷേ ഓർമ്മശക്തി കുറഞ്ഞു. കൂടുതൽ മരുന്നുകൾ നൽകി തിരിച്ചു വന്നു. മരുന്നുകൾ മാറി നൽകി അത് അയാളുടെ സംസാരശേഷിയെ ബാധിച്ചു. നീണ്ട നിദ്രയിലേക്ക് ആ പയ്യൻ തന്നെ പോയി. ഈ അവസരത്തിൽ മാതാപിതാക്കൾ ചികിത്സ നിർത്തി. എന്റെ അടുത്ത് കൊണ്ടുവന്നു. മരുന്നുകളുടെ ടോക്സിക് എഫക്റ്റ് മാറാൻ ക്രാബ് ആപ്പിൾ പ്രിസ്ക്രൈബ് ചെയ്തു. ശുദ്ധീകരണ ചികിത്സയായതിനാൽ ഇതിന് ക്രാബ് ആപ്പിളിനെ വെല്ലുവാനായിട്ട് വേറെ ഒരു മരുന്നും ശരിക്കില്ല. അപ്പൊ ഈ കുട്ടി അണ്ടർഗോ ചെയ്ത് നോക്കും. നമ്മള് 12 വയസ്സായ പയ്യന് അസുഖങ്ങൾ വന്ന് പല അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ അലോപ്പതി മരുന്ന് കഴിച്ച് ഫിറ്റ്സിനാണ് ആദ്യം തുടങ്ങിയത്. അയാളുടെ സ്കൂളിൽ പോക്ക് നിന്നു. അയാൾക്ക് ശബ്ദശേഷി കുറഞ്ഞു, വലത് കൈയിന് ശക്തി നഷ്ടപ്പെട്ടു, ടോൺസൈറ്റിസ് റിമൂവ് ചെയ്തു. അങ്ങനെ പല മൾട്ടിപ്പിൾ ഡിസീസ് വന്ന് അവസാന ചികിത്സ നിർത്തിയ ശേഷം ആ മരുന്നിന് സൈഡ് എഫക്ട്സ് കുറഞ്ഞപ്പോൾ കുറേയൊക്കെ പഴയതിലേക്ക് വരാൻ തുടങ്ങി. ആ സമയത്താണ് ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ഇത്രയും കാലത്ത് അലോപ്പതി ചികിത്സയുടെ സൈഡ് എഫക്ട്സ് മാറാൻ ക്രാബ് ആപ്പിൾ ആദ്യം കൊടുത്തത്. ക്ലിമാറ്റിസ് ഓർമ്മശക്തി കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ക്ലിമാറ്റിസ് അങ്ങനെ പ്രത്യേകതയാണ്. എല്ലാവരും ഓർമ്മശക്തി ക്ലിമാറ്റിസ് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ് ശരിക്കും പറഞ്ഞത്. ക്ലാസ്സിൽ ആബ്സെന്റ് മൈൻഡഡിന് ഉള്ള കുട്ടികൾ കൊടുക്കുന്നതായിട്ടുള്ള പോസ്റ്റ്പോൺമെന്റ്, എന്ത് കാര്യം പറഞ്ഞാലും അത് പോസ്റ്റ്പോൺ ചെയ്യുന്ന ക്യാരക്ടറുള്ള ആൾക്കാർ കൊടുക്കുന്നതാണ് ക്ലിമാറ്റിസ്. അപ്പൊ ക്ലിമാറ്റിസ് കൊടുത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്ന അയാൾക്ക്. അപ്പൊ ആ ഒരു സിറ്റുവേഷന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ആ ഒരു പ്രത്യേക ഡ്രീമി വേൾഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന സ്വഭാവം ആയിരുന്നു ഈ അലോപ്പതി ചികിത്സയ്ക്ക് ശേഷം. ക്ലിമാറ്റിക് റോക്രോസ് ഫിക്സ് തിരിച്ചു വരുമെന്ന ഭയത്തിന്. ഇപ്പൊ റോക്രോസ് എന്ന് പറഞ്ഞാല് ആസ്പനാണ് ഈ ഫിയറിന്റെ ഫസ്റ്റ് ഡ്രഗ്. അത് കഴിഞ്ഞ മീമലസ്, അതിന്റെ നെക്സ്റ്റ് പാനിക് അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ റോക്രോസ് എന്ന് പറഞ്ഞാൽ ഫിയറിന്റെ മൂർധന്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വരുന്ന മറ്റേ ഫിക്സ് വരുന്നുള്ള അങ്ങനത്തെ ഒരു ഫിയർ ആ മനസ്സിലുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റോക്രോസിന് പ്രിസ്ക്രൈബ് ചെയ്തു. 1 മാസം ശേഷം സ്കൂളിൽ നിന്നും മകൻ അമ്മയെ അറിയിച്ചു. എനിക്ക് നല്ല കുറവുണ്ട്. അമ്മ പറഞ്ഞു മകന്റെ കത്തിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണുള്ളത്. 2 മാസത്തിന് ശേഷം പറഞ്ഞു എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതുകയാണ് എന്നയാൾ. ഓർമ്മശക്തി കുറവിനെ കുറിച്ച് നല്ല വെറീഡായിരുന്നു. വൈറ്റ് ചെസ്റ്റ്നട്ട് പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്തു. ഈ ഓർമ്മശക്തി ക്ലിമാറ്റിസ് കൊടുത്തെങ്കിൽ അതിന് കാര്യമായ എഫക്റ്റ് കാണാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിയായി. പെർസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ ഓർമ്മശക്തിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വൈറ്റ് ചെസ്റ്റ് കൂടി ഈ സെയിം പ്രിസ്ക്രിപ്ഷനോടെ കൊടുത്തു. പയ്യൻ പരീക്ഷ നല്ലവണ്ണം എടുത്ത് പാസ്സായി. ഹെഡ് മാസ്റ്റർ അത്ഭുതപ്പെട്ടു പോയി. ക്രോസ് കൺട്രി റേസിൽ പങ്കെടുത്തു. 2 മാസം കൂടി മരുന്ന് കഴിച്ച് ഇപ്പോൾ സന്തോഷവും ആരോഗ്യവുമായി ഇരിക്കുന്നു. അപ്പോൾ എവിടെയൊക്കെ കൂടെ ചെന്ന് നമ്മൾ ആകെ മിനിമം ഫ്ലവർ റെമഡീസേ കൊടുത്തിട്ടുള്ളൂ. ആകെ 4. ഇത്രയും കോംപ്ലിക്കേറ്റഡ് കേസിന് നമ്മൾ വളരെ ലഘുവായിട്ട് നമുക്കതിന് ക്യൂർ ചെയ്യാൻ സാധിച്ചു. ഇനി ഭർത്താവിൽ നിന്നും വിവാഹമോചനായ തേടി 63 വയസ്സായ സ്ത്രീ. ഇപ്പോഴും അവർക്ക് ഭർത്താവിനോട് ഭയങ്കര
നീരസം ഉണ്ടായിരുന്നു. രണ്ട് ഓപ്പറേഷൻ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഗർഭപാത്രത്തിൽ നിന്നും ഒരു ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്നവർക്ക് അവർ മെയിൻ കംപ്ലൈന്റ് ഇതായിരുന്നു. വർഷങ്ങളായിട്ട് ഒരുതരം ഡിസ്ചാർജ് ഇങ്ങനെ ഗർഭപാത്രത്തിൽ വന്നുകൊണ്ടിരുന്നു. അതവർക്ക് അവർ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ വളരെയധികം അക്ഷമ കാട്ടിയിരുന്നു. വളരെ പെട്ടെന്ന് പ്രകൃത കാര്യങ്ങൾ ഈ 3 ലക്ഷങ്ങളെ വെച്ച് ക്രാബ് ആപ്പിൾ കൊടുത്തു. അവരോട് തന്നെ ഉള്ള വെറുപ്പിന് ഭർത്താവിനുള്ള വെറുപ്പിന് വില്ലോ എന്ന മരുന്നാണ് കൊടുത്തത്. ഭർത്താവിനുള്ള നീരസത്തിന് വില്ലോ, ഇംപേഷ്യൻസ്, ഇറിറ്റബിൾ ക്യാരക്ടറുള്ള മരുന്ന് കഴിച്ച ശേഷം അവർ പറഞ്ഞു, എൻ്റെ ക്ഷമയില്ലായ്മയും കുറവ് വന്നിട്ടുണ്ട്, ദേഷ്യപ്പെടുന്നതിന് മാറ്റമുണ്ട്, ഗർഭപാത്ര ഡിസ്ചാർജിന് മാറ്റമില്ലെങ്കിലും അവർ മാനസികമായി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മാറ്റമുണ്ടായി. 6 മാസം ഇതേ മരുന്നുകൾ തുടർച്ചയായി കൊടുത്തു. എൻ്റെ ഗർഭപാത്ര ഡിസ്ചാർജ് മാറിക്കഴിഞ്ഞു. 30 കൊല്ലമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നതായിരുന്ന ഗർഭപാത്രത്തിൽ നിന്നുള്ള ഡിസ്ചാർജ് തീർത്തും നിന്നുപോയി. ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. എനിക്ക് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹവുമുണ്ട്. 63 വയസ്സായ സ്ത്രീ പുറമേ സന്തോഷവതിയായിരുന്നു. അവർ പക്ഷെ ഉള്ളിലവർ നീറിക്കൊണ്ടിരുന്നു. ഉള്ളിലവർ വളരെ അസ്വസ്ഥതയായിരുന്നു. അതിന് കാരണം മുഖത്തും ചെവിയിലും കഴുത്തിലുമുള്ള സോറിയാസിസ് എന്ന രോഗമായിരുന്നു. വർഷങ്ങളായിട്ടുള്ളത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കി. ഈ സോറിയാസിസിന്റെ ഇത് കാരണം അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഈ മുഖം വെച്ച് ഇനി നീ ഇവിടെ ജോലിക്ക് വരരുത് എന്ന് അവർ പറഞ്ഞു. അവരുടെ ബോസ് അവരോട് പറഞ്ഞു. ക്രാബ് ആപ്പിൾ, സ്റ്റാർ ഓഫ് ബെത്ലം, അഗ്രിമണി പാലിൽ ക്രാബ് ആപ്പിൾ ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ദിവസേന കഴുകാൻ പറഞ്ഞു. ഈ മരുന്ന് പ്രയോഗം നല്ല റിസൾട്ട് ഉണ്ടാക്കി. ചൊറിച്ചിൽ കുറഞ്ഞു, തൊലി പോകുന്നത് കുറഞ്ഞു. ഞാൻ ഇനി ജോലിക്ക് വീണ്ടും പോകുന്നു എന്ന് അവർ പറഞ്ഞു. 3 മാസം ഈ മരുന്ന് തുടർച്ചയായി കഴിച്ചു. ഇതിനിടയിൽ അവർ ഒരു മാനസിക പ്രശ്നത്തിന് വിധേയമായി ഡിപ്രഷനിലേക്ക് പോയി. അവർക്ക് വിഷാദ രോഗം വന്നു. അതിന് ജെൻഷൻ എന്ന മരുന്ന് കൂടി നമ്മൾ ഇതിന്റെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്തു. ഇതിനുശേഷം ഇംപ്രൂവ്മെന്റ് നല്ലവണ്ണം ഉണ്ടായി. ഈ പ്രിസ്ക്രിപ്ഷനോട് കൂടി അസുഖത്തിന് വളരെയധികം കുറവ് വന്നു. ഞാൻ സന്തോഷവതിയാണ്, ഉത്സാഹവതിയാണ്. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പൊ ഒരു 6 കേസാണ് നമ്മൾ ഇതിനെക്കുറിച്ച്, ക്രാബ് ആപ്പിളിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ ധാരാളം പേഷ്യൻസ് വരുന്ന ക്ലിനിക്കിലാണെങ്കിൽ ക്രാബ് ആപ്പിൾ നമ്മളെ മേശപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് എന്ന് ഓർമ്മയ്ക്കായിട്ട് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കുറെ കൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഓരോരുത്തർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഡോസേജ് നമ്മൾ TDS ആയിട്ട് കൊടുക്കാം. എങ്ങനെ, ഡ്രോപ്പ് ആയിട്ടാണോ അത് മെഡിക്കേറ്റ് ഞാൻ കൊടുക്കുന്നതെല്ലാം പിൽസ് ആയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ 3 ഡ്രഗ് വന്നാലും 3 ഡ്രഗും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. അപ്പൊ ഒരു 15 ഗ്രാം പിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രാബ് ആപ്പിൾ കൊടുക്കാം, മിക്സ് ചെയ്യാം. അഗ്രിമണി സിംറ്റംസിന് അഗ്രിമണി പിൽസ് കൂടെ ആഡ് ചെയ്യാം, 5 ഡ്രോപ്സ്. ഇംപേഷ്യൻസ് വരികയാണെങ്കിൽ അതും കൂടെ എടുക്കാം. 3 ഡ്രഗും 5 ഡ്രോപ്സ് ചെയ്ത് ഒരു 15 ഗ്രാം പിൽസിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കുഴപ്പമൊന്നും ഇതുവരെ ഞാനത് ഡ്രോപ്പ് ഡോസ് ആർക്കും കൊടുത്തിട്ടില്ല. റിസ്കുലി മാത്രം ഡോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ക്രാബ് ആപ്പിൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കുറേയധികം യൂസസ് പറഞ്ഞിട്ടുണ്ട്. അത് നിത്യജീവിതത്തിൽ നമുക്ക് വീട്ടിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഒരു ഹെയർ ലോസിന് പുതിയ ഡ്രഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കും. അങ്ങനെയൊക്കെ വേറൊരു ഡോക്ടർ അത് 30 ആണോ ഈ ബാഷ് ഫ്ലവർ റെമഡിക്ക് പൊട്ടൻസി ഇല്ല എന്ന് തോന്നുന്നു. പൊട്ടൻസി അത് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ എൻകറേജ് ചെയ്യുന്നില്ല. അത് ഒരേ എന്താ പേര് മാത്രം പറഞ്ഞാൽ മതി. അതെ. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്രാബ് ആപ്പിളൊക്കെ എല്ലാവർക്കും ഇനി ഉപയോഗിച്ചു തുടങ്ങാം. മറ്റ് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം ഇതുകൂടെ കൊടുത്താൽ കുറച്ചും കൂടി മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. ക്രോണിക് ഇൻഡസ്ട്രിയൽ പ്രോബ്ലം ഉള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ സാറേ, 1-2 പേര് സംശയങ്ങൾ ചോദിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ലതാ മനോഹരൻ, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. കേൾക്കുന്നില്ലല്ലോ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്തു, പക്ഷേ സൗണ്ട് വരുന്നില്ല.
ഡോക്ടറെ ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. നമസ്കാരം ഡോക്ടറെ. പറയാം. പിന്നെ എന്റെ സംശയം, നമ്മൾ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണിത്. തീർച്ചയായിട്ടും അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ പീരീഡ്സ് നമ്മൾ പൾസാറ്റിലെയും അശോക ടീച്ചറൊക്കെ കൊടുത്ത് റെക്ടിഫൈ ചെയ്യുന്നതിനെക്കാളും ക്രാബ് ആപ്പിൾ കൊടുത്താൽ മതി. ശരി. അതോടൊപ്പം മെനപ്പോസിന് ഒത്തിരി കംപ്ലൈൻസ് ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇപ്പൊ ഒത്തിരി കാര്യങ്ങള് ആ മെനോപോസ് വരുമ്പോഴുണ്ടാകുന്ന ഇറിറ്റേഷനും ആങ്സൈറ്റിയും വറിയും ആങ്കറും എല്ലാത്തിനെയും കവർ ചെയ്യുമെന്ന് തോന്നുന്നു ക്രാബ് ആപ്പിൾ, അല്ലേ? അതെ, പക്ഷേ ഈ മെനോപോസൽ പീരീഡിലുള്ള ആങ്സൈറ്റി, ടെൻഷൻ, അതിനൊക്കെ വരുന്ന ഡ്രഗ്സ് ശരിക്കും പറഞ്ഞാൽ അഗ്രിമണി വരുന്നുണ്ട്. ആ സമയത്ത് പാനിക് ആണെങ്കിൽ റോക്രോസ് വരുന്നുണ്ട്. അതിന് കൂടെ ക്രാബ് ആപ്പിൾ കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ആയിട്ട്. ആ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ അവർക്ക് അത്രയും എമോഷണൽ ഡിസ്റ്റർബൻസിന്റെ കൂടുതലായിട്ട് വെർവിയനാണ്, ഇംപേഷ്യൻസ്, അതൊക്കെയാണ് മെനോപോസൽ പീരീഡിൽ വരുന്നത് ശരിക്കും. അപ്പം സാറ് പറഞ്ഞ ഇപ്പം 30 നമുക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഈ ബാസിഫ്ലവർ റെമഡിയുടെ പിന്നെ ക്ലാസ്സുകൾ കേട്ടിട്ട് മേടിച്ചപ്പം 30 എന്നും പറഞ്ഞാൽ നമുക്ക് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ലേ? അതിപ്പോ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ പൊട്ടൻറ്റൈസേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് വരുമല്ലോ. നമ്മൾ മറ്റേതൊരു പാരസെറ്റമോൾ ഉപയോഗിക്കുന്ന മാതിരി തന്നെ ക്രാബ് ആപ്പിളിന്റെ ഫസ്റ്റ് ഡ്രഗ് ഒരു മദർ ടീച്ചർ എന്നുള്ള നിലയിലാണ് ഡോക്ടർ ബാഷ് അതിനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനെ 30 പൊട്ടൻഷ്യലൊന്നും പ്രൂവിങ് ചെയ്തതായിട്ട് നമുക്ക് അനുഭവങ്ങളില്ലല്ലോ. ഇവരുണ്ടാക്കണ കമ്പനീസ് കഴിയുന്ന കാലത്ത് സെന്റ് ജോർജുകാരൊക്കെ ശരിക്കും കിട്ടാറുണ്ട്. സെന്റ് ജോർജിന്റെ ഒക്കെ ശരി പൊട്ടൻഷ്യൽ എല്ലാം തന്നെ കിട്ടാറുണ്ട്. ശരി, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ 30 എന്നാണോ ചോദിച്ചത് കടയില്? അങ്ങനെ ചോദിച്ചോ ഷോപ്പില്? ഇല്ല, അല്ല, നമ്മള് പേര് മാത്രം എഴുതിയാണ് ചോദിച്ചത്. ഇപ്പം റോക്ട്രോസ് അത് ഞാന് പിന്നെ കടയിൽ എഴുതി കൊടുത്തു വിട്ടപ്പോഴത്തേക്ക് കിട്ടിയത് 30 റോക്രോസ് എന്നും പറഞ്ഞാണ് കിട്ടിയത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സ്ത്രീകളൊക്കെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് മിൽക്കില് ആഡ് ചെയ്തിട്ടൊന്ന് ഡെയിലി ഫേസ് വാഷ് ചെയ്ത് നോക്കും, അതിന്റെ ഡിഫറൻസ് അറിയാം. ശരി ശരി ശരി, താങ്ക് യു ഡോക്ടറെ. ഓക്കെ, നന്ദി ലതാ മനോഹരൻ ഡോക്ടറെ. അടുത്ത് മറിയാമ്മ ജോൺ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. മറിയാമ്മ ഡോക്ടറെ. ഓക്കെ സാർ, എന്റെ സംശയം ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് എങ്ങനെയാന്ന്, സ്കിന്നിലും ഹെയർ ലോസിനും ഫേസ് വാഷിനും അതിന്റെ പ്രൊപ്പോർഷനും ഒക്കെ എന്ന് അറിയാനായിരുന്നു. അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെ എടുക്കുക, ഹോമിയോപ്പതി മെഡിസിൻസ് കലണ്ടർ ഓയിലൊക്കെ എങ്ങനെ പ്രിപ്പയർ 1:9 എന്നുള്ള റേഷ്യോ, ആ റേഷ്യോയിൽ തന്നെ എടുക്കേണ്ടത്. കുളിക്കുന്ന വെള്ളത്തിലേക്ക് 6 ഡ്രോപ്സ് പറയും. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ കുളിക്കാൻ 6 ഡ്രോപ്സ് ഉപയോഗിക്കാം. അതേമാതിരി ഓയിൻമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് 1:9 റേഷ്യോയിൽ തന്നെ. സ്കിന്നിൽ നമ്മള് സോറിയാസിസിനൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഓയിലാണ്? തീർച്ചയായിട്ടും ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ മിൽക്കിൽ വാഷ് ചെയ്യാൻ പറഞ്ഞു നോക്കും. അപ്പൊ അവരുടെ ആ എക്സ്ഫോളിയേഷന് നല്ല ഫാസ്റ്റ് ആയിട്ട് ഇന്റേണലും കൂടി കൊടുക്കുമ്പോൾ എക്സ്റ്റേണൽ എന്ത് ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ഹെയർ ലോസിനോ ഹെയർ ലോസിന് ശരിക്കും പറഞ്ഞാല് ഹെയർ ലോസ് ഉള്ളവർക്കൊക്കെ അതിനെക്കുറിച്ച് ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ അവർക്ക് അഗ്രിമണി ക്രാബ് ആപ്പിൾ കൊടുക്കണം. ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ അവർ ഉപയോഗിക്കുന്ന ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ കൊടുക്കുക. വെളിച്ചെണ്ണ മതി? വെളിച്ചെണ്ണ. അതിപ്പോ ഈ ക്രാബ് ആപ്പിൾ ഇപ്പൊ കുറച്ച് ഡ്രോപ്സ് അധികമായി എന്ന് പറഞ്ഞുകൊണ്ടും ഒരു തെറ്റുമില്ല. ഈ ഫേസ് വാഷിന് മിൽക്കിൽ വെക്കുമ്പോഴും ഈ 1:9 എന്നാണ്? അതെ. അതിപ്പോ ഫ്യൂ ഡ്രോപ്സ് അധികമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അത് കഴുകിയതിന് ശേഷം പിന്നെ നല്ല വെള്ളത്തിൽ കഴുകണ്ടല്ലോ? അപ്പൊ അതെ കഴുകാം. നല്ല വെള്ളത്തിൽ കഴുകണോ? അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ സാധാരണ പാലുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ നമ്മള് സാധാരണ ടാപ്പ് വാട്ടർ കൊണ്ട് മുഖം കഴുകുക, അത്ര തന്നെ. ഡെയിലി ഒരു നേരം ഫേസ് വാഷ് ചെയ്താൽ മതി. കുറച്ചൊന്ന് അത് പിടിച്ചു എന്ന് നമുക്ക് തോന്നണം വരെ ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അതെ. താങ്ക് യു സർ. ഓക്കെ മറിയമ്മ ഡോക്ടറെ. അടുത്ത് ഷാജി ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ. ഹലോ,
ഡോക്ടറെ നമ്മളിപ്പോ ഈ മരുന്നുകളെ സിംഗിൾ ആയിട്ട് പിന്നെ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, അതോ അതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കത്തേ ഉള്ളോ? അല്ല, അത് നമ്മൾ പ്രാക്ടീഷണേഴ്സ് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്രിസ്ക്രൈബ് ചെയ്യാം. മറ്റേ ഫ്ലവർ റെമഡീസ് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ധൈര്യമുണ്ട്, ധൈര്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ എലോങ് വിത്ത് അതർ ഇൻഡിക്കേറ്റ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുക്കാം. നിങ്ങൾക്ക് നമുക്ക് ആദ്യം കോൺഫിഡൻസ് വേണം. അതിനാദ്യം നമുക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ ഇതിൽ ഞാൻ ആദ്യം ഒരു ക്ലാസ് എടുക്കുന്നത് ഹൗ ടു പ്രിസ്ക്രൈബ് ദംസെൽഫ്. നമുക്ക് നമ്മുടേതായ ചില നമ്മുടെ എമോഷണൽ കണ്ടീഷൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അത് സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് വരും, ഇത് ഫലിക്കും എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ധാരാളം രോഗികളെ നോക്കുന്ന ക്യാരക്ടറാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു 5-6 കേസ് കഴിഞ്ഞാൽ കുറച്ച് മടുപ്പ് വരും, ഇറിറ്റേഷൻ വരും, ഒരു ഇംപേഷ്യൻസ് വരും. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്കൊന്ന് ഇംപേഷ്യൻസ് കഴിച്ച് നോക്കും. വിത്തിൻ മിനിറ്റ്സ് നമുക്ക് മൈൻഡിന് കാംനെസ് വരും, കോൺസെൻട്രേഷനോട് കൂടിയിട്ട്. അതേമാതിരി നമ്മൾ സെൽഫ് പ്രിസ്ക്രിപ്ഷൻ ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു വിശ്വാസം വന്നാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കേസസ് മാറ്റാനായിട്ട് ഹോമിയോപ്പതി മെഡിസിൻസിലൂടെ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുക. ക്രമേണ നമുക്ക് നല്ല വിശ്വാസം വേണം, ക്രമേണ ഹോമിയോപ്പതി മെഡിസിൻസ് അല്ലാണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ കൊടുക്കുക നമുക്ക്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് 30 ആണ്. ഇത് വൈൽഡ് റോസ് 30 ആണ്. അതെ, അതിപ്പോ എങ്ങനെയാണ് തരുന്നത്? നമ്മളിപ്പോ ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അയച്ചാൽ അവർ ക്രാബ് ആപ്പിൾ മറ്റേ ഇതാക്കി നമുക്ക് മരുന്ന് കടയിൽ ചോദിച്ചാൽ ഇങ്ങനെ വരുന്നതെന്ന് പറയും. നമ്മൾ കഴിയുന്നതും അതല്ലാണ്ട് വാങ്ങി നോക്കും. അല്ലെങ്കിൽ ഇതിൽ തന്നെ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ഇതിന് പക്ഷെ പ്രൂവിങ് ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ 30 പൊട്ടൻസിയിലൊന്നും. ഇത് പൊട്ടൻസി ആയിട്ടില്ല വരുന്നത്. അല്ലാണ്ട് പൊട്ടൻസി അത് അന്വേഷിക്കാൻ വേണം. എന്തിനായി പൊട്ടൻസി ഉണ്ടാക്കുന്നത് ചോദിക്കുന്ന വേണം. ഒരു കച്ചവടമാണോ എന്ന് അറിയില്ല. നമ്മളിതിപ്പോ തന്നെ ഇതിപ്പം ഈ ക്ലാസ് കേട്ടിട്ട് നമുക്ക് നമ്മള് പൊട്ടൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടൻസി ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ്. അതെ, അത് ചോദിച്ചു നോക്കാം. നമ്മൾ പൊട്ടൻസി വരുത്തേണ്ട, നമ്മളെല്ലാരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സമ്പ്രദായം മാറ്റിയെടുക്കാം. സെന്റ് ജോർജ് സമാധാനത്തിന് വെറുതെ എഴുതി തരികയാണോന്നും അറിയത്തില്ല. ഇനി അത് ഇനിയിപ്പോ അതെല്ലാം പറയണ 100 ml 30 എന്നൊക്കെ പറഞ്ഞാ വരുന്നത്. ഇപ്പൊ റെസ്ക്യൂ റെമഡി പറഞ്ഞ 30 എന്നൊക്കെ പറഞ്ഞില്ല, അതൊന്നും എനിക്ക് ശരിയായി തോന്നിയില്ല. റെസ്ക്യൂ റെമഡി ആയിട്ട് തന്നെ കിട്ടണം. ഇപ്പൊ നമ്മള് സിംഗിൾ ആയിട്ട് കൊടുക്കാത്ത കൊണ്ട് പലരും ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആണോ അതിന്റെ റിസൾട്ട് ആണോ എന്ന് നമുക്കൊരു അല്ല, നമുക്ക് ഡോക്ടർ ആദ്യം കാര്യം മനസ്സിലാക്കുക. ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊക്കെ ദിവസവും മഹാശൈര്യം എനിക്കും കിട്ടണം, വൈകുന്നേരം എന്തെങ്കിലും കിട്ടണ്ടേ. ആദ്യമൊക്കെ നിങ്ങൾ അലോങ് വിത്ത് ദാറ്റ് ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കും. ക്രമേണ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 6 കേസ് പ്രസന്റ് ചെയ്തു. 6 കേസിൽ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണം, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അവരതിൽ ആ മെന്റൽ സിംറ്റംസിനെ ബേസ് ചെയ്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒന്നും സംഭവിക്കില്ല ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല നമുക്ക് നല്ല വിശ്വാസം വേണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്സ് ധാരാളം, ഒരു മിനിമം ഒരു 5 to 10 ബുക്സ് വരെ ഉണ്ട്. അത് നന്നായിട്ട് വായിച്ചു നോക്കി നല്ല കോൺഫിഡൻസ് കിട്ടും നമുക്ക്. ഡോക്ടർ ബാഷിന്റെ ജീവചരിത്രം ആദ്യം വായിച്ചു നോക്കും. ഹൗ വി അറൈവ്ഡ് എന്തായിരുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് വരും. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ഒന്നും ഇല്ല, എല്ലാം കമ്പ്യൂട്ടറിന് തലയിലാണ് കൊടുക്കുന്നത്. റീഡിങ് ഹാബിറ്റ്സ് വേണം നമുക്ക്. ബാഷ് റെമഡീസിന്റെ റെപ്പർട്ടറി തന്നെ ഉണ്ട്, നമുക്ക് അത് വെച്ച് റെപ്പർട്ടറൈസ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സാറ് കൊടുക്കുമ്പോ ഇത് മാത്രമാണ് കൊടുക്കുന്നത്? അപ്പൊ സാറ് ഇത് മാത്രമാണ് ഒരു ടൈമിൽ എനിക്ക് വരുന്ന കേസുകളായിരിക്കും ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വരുന്ന മുഴുവൻ സൈക്കാട്രിക് കേസസ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് കൊടുക്കാം. ഡിപ്രഷൻ കേസസ് ഉണ്ട്, ഓട്ടിസം കേസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് റെമഡീസ് മാത്രമായിട്ട് തന്നെയാണ്. ഇനിയിപ്പോ അഥവാ ഇൻഡിക്കേറ്റ് ഹോമിയോപ്പതി ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അത് ഹൈ ഡോസ് 10 ml 50 ml കാർസിനോസിനോ ട്യൂബർക്കുലിനോ സിലീഷ്യോ അങ്ങനെയൊക്കെയാണ് ഹൈ ഡോസ് കൊടുക്കാറുണ്ട്. നമുക്ക് റിസൾട്ട് ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമുക്ക് നല്ല പ്രാക്ടീസ് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ആ റിസൾട്ട് കിട്ടി നമുക്ക് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് മെഡിസിൻ്റെ ഇതൊക്കെ എണ്ണം കുറയ്ക്കാൻ പറ്റുന്നു. അതുവരെ നമ്മളൊന്ന് സൂക്ഷിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാന്ന് മാത്രം. എന്താ പറയുന്നത് ഷാജി ഡോക്ടറുടെ സംശയം കഴിഞ്ഞോ? അതായത് സിംഗിൾ ആയിട്ട് സയന്റിഫിക് അങ്ങനെയാണെങ്കിൽ സയന്റിഫിക് ആയേനെ. അത് സിംഗിൾ ആയിരുന്നു അത് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു സയന്റിഫിക് എന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നുള്ള അവർ പറയും ഇതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതാണ് പറഞ്ഞത്. ശരി, ഓക്കെ. അടുത്തത് ഡോക്ടർ ബിന്ദിയ TN ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച്. നമസ്കാരം ഡോക്ടറെ. ഞാൻ ചോദിക്കാൻ വന്നത്, എല്ലാ സ്കിൻ കണ്ടീഷൻസിലും ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ ഡിസ്ചാർജ് ഉള്ള ടൈപ്പ് സ്കിൻ ആണെങ്കിലോ?
അതായത് ഈ ഡിസ്ചാർജ് ഇന്റേണൽ വെരിക്കോസ് കൊടുക്കാമല്ലോ, അൾസർ എക്സ്റ്റേണൽ വേണ്ട, ഇന്റേണൽ മതിയല്ലോ. പക്ഷെ എക്സ്റ്റേണൽ നമുക്ക് ചെയ്യാം, അതൊരു വാഷിംഗ് ആ ടൈപ്പ് എടുത്താൽ മതി. നമ്മളെ കലണ്ടറിലെ ടീച്ചറൊക്കെ നമ്മൾ വാട്ടർ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത്. അതേമാതിരി ഡിസ്ചാർജിന്റെ കേസിൽ നമുക്ക് മറ്റേ വാഷിംഗ് എടുക്കാം. പക്ഷെ അവിടെ അത് നിർത്തരുത് മാത്രം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തുണി കൊണ്ട് തുടയ്ക്കണം മാത്രം. നമ്മൾ ഒബ്സർവ് വെള്ളം നിൽക്കരുത് അവിടെ ഉപയോഗിക്കാം. ഇന്റേണൽ കൊടുക്കാം അല്ലെ ആ ആ കണ്ടീഷൻസിൽ? കൊടുക്കാം. സർ ഇത് ഏത് കമ്പനിയുടെയാണ് സർ കൂടുതൽ ഉപയോഗിക്കുന്നത് സർ ഈ മെഡിസിൻ? ഞാനധികം ഉപയോഗിക്കുന്നത് സെന്റ് ജോർജിന്റെ അല്ലെങ്കിൽ SBLന്റെ ഒക്കെ. താങ്ക് യു സർ. ഓക്കെ, അടുത്ത നമ്മുടെ ബഹുമാന്യയായ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. മാഡം ഓക്കെ. താങ്ക് യു ഷൈല, താങ്ക് യു ഡോക്ടറെ. നല്ല ക്ലാസ് ആണ്. എപ്പോഴും ബാഷ് ഫ്ലവർ റെമഡീസ് ഞാനും ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ ഈ സൈക്യാട്രി കേസുകളിൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഈ കള്ളം പറയുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തെന്ന്? കൊടുക്കാലോ. എന്താ കൊടുക്കുക കള്ളം പറയുന്ന കുട്ടികൾക്ക്? കള്ളം പറയുന്ന നമ്മൾ ക്ലിമാറ്റിസ് കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ. അവർ ഏതോ ലോകത്തിൽ ഇരുന്ന് പറയണതല്ല ശരിക്കും പറഞ്ഞാൽ. ക്ലിമാറ്റിസ് കൊടുത്തു നോക്കാം. ക്ലെമാറ്റിസ് അല്ലേ? വാൾനട്ട് ഹാബിറ്റ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ വാൾനട്ടിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. വാൾനട്ട്. അതെ. മതിയോ? ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതർ സിംറ്റംസ് എന്തെങ്കിലും കള്ളം പറച്ചിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആളുടെ ക്യാരക്ടർ ഉണ്ടോ നോക്കും ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒബ്സർവേഷനിൽ മറ്റേ ഹൈഡിങ് ക്യാരക്ടർ, കള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഹൈഡിങ് നേച്ചറുള്ള സ്വഭാവമായിരിക്കും. ഹൈഡിങ് ക്യാരക്ടറിനൊക്കെ ഹൈഡിങ് നേച്ചറും പിന്നെ സ്റ്റബേൺ നേച്ചറാണ്. സ്റ്റബേൺ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് 3-4 സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റെപ്പർട്ടൈസ് ചെയ്ത് കിട്ടുന്ന ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ബാഷ് റെമഡീസിന്റെ റെപ്പർട്ടറി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. റെപ്പർട്ടൈസേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% നമുക്കത് മാറ്റാൻ പറ്റും. എനിക്ക് ഇങ്ങനെ കുറച്ച് സൈക്യാട്രി കേസുകൾ വരാറുണ്ട്. ഭയങ്കര ദേഷ്യം, ഡ്രഗ് അഡിക്റ്റ്, അങ്ങനെയൊക്കെ. ഡ്രഗ്സ് കഴിക്കുന്നവര്, ഡ്രിങ്ക്സ്. തീർച്ചയായിട്ടും നമുക്ക് അവരൊക്കെ ശരിക്കും ഹാബിറ്റ് ബ്രേക്കറെ വാൾനട്ട് കൊടുക്കാം, ക്രാബ് ആപ്പിൾ കൊടുക്കാം. അതൊക്കെ നല്ല ഡ്രഗ്സ് ശരിക്കും. പിന്നെ അവർക്ക് ആ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ പറഞ്ഞാൽ ഗ്ലൂമി നേച്ചർ ആയിരിക്കും, ഡിപ്രഷൻ സ്റ്റേറ്റ് ഉണ്ടാവും, ജെൻഷൻ, ഗോൾസ്, അങ്ങനത്തെ ഒക്കെ ഡ്രഗ്സ്. അതൊക്കെ കൊടുക്കും. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ റെമഡീസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെ, ഞാനൊരു അലോപ്പതി സൈക്കാട്രിക് സെന്റർ ലാസ്റ്റ് 30 years ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ അവിടുന്ന് കുറേയധികം കേസുകൾ നമുക്ക് ബാഷ് റെമഡീസ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. വളരെയധികം കുട്ടികളെ അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അതെ, നല്ല വ്യത്യാസം വരുത്താൻ പറ്റും നമുക്ക്. താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ. ഓക്കെ മാഡം, താങ്ക് യു. അടുത്തത് ഒരു ചാറ്റ് ബോക്സിൽ ഒരു സംശയമുണ്ട്. എന്താണ് കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷന് എന്തെങ്കിലും ബാഷ് ഫ്ലവർ റെമഡി കൊടുക്കാൻ പറ്റുമോ? വാൾനട്ട് കൊടുത്തു നോക്കും. വാൾനട്ട് കൊടുത്തു നോക്കും. അതും ഒരു ഒബ്സസീവ്നെസ്സിൽ വരാമോ? അതെ, ഓരോ ഹാബിറ്റ് ഫോർമേഷൻ, ഹാബിറ്റ് ബ്രേക്കർ ആണ് വാൾനട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഹാബിറ്റ്സിനെ ഇല്ലാതാക്കി കിടക്കുന്ന വാൾനട്ട് കൊടുത്ത ശേഷം എങ്ങനെയുണ്ട്, അതൊക്കെ ഒരു 4 നേരം 5 നേരം ഡെയിലി കഴിച്ചു നോക്കാം വാൾനട്ട്. വാൾനട്ട്. അപ്പൊ ഡോക്ടറുടെ സംശയം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഷാജി ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി? ഇല്ല. ഓക്കെ, അജിനി ഡോക്ടർ എന്തോ ചോദിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ നേരത്തെ കള്ളം പറയുന്ന കുട്ടികളെ പറ്റി ചോദിച്ചു. കള്ളം പറയുന്ന വലിയവർക്കും അത് തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും വലിയ വ്യത്യാസമാണ്. ഈ ക്ലമാറ്റിസും വാൾനട്ടും. അതെ. ഓക്കെ. അത് ഒരു ഹാബിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ഇതില് എന്നാലും മാറ്റം വരും. എമോഷണൽ ലെവലില് നമ്മളെ ഫ്ലവർ റെമഡീസ് ഭയങ്കര ആക്ഷൻസ് തീർച്ചയായിട്ടും മാറ്റം വരും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ അജിന ഡോക്ടറെ, അടുത്ത ഒരു ചാറ്റ് ബോക്സിലെ സംശയം, ഹൈ BP-ക്ക് നമുക്ക് ബാഷ് ഫ്ലവർ റെമഡി കൊടുക്കാൻ പറ്റുമോ? ഏതാണ് മെഡിസിൻ? അത് ഞാൻ പറഞ്ഞ IBDക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പറ്റുന്ന ക്രാബ് ആപ്പിൾ സിസ്റ്റം ക്ലീൻ ചെയ്യുന്ന ഒരു ഇതിനാണ് പറയുന്നത്. അതിന് പുറമെ വേറെയും ഡ്രഗ്സ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് IBDക്കൊക്കെ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം IBDക്ക് വേറെ ഉപയോഗിക്കുന്ന വേറെ.
ഓക്കെ, അപ്പൊ അത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ സാർ പറയാന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞത് മെഡിസിൻ കൊടുത്തു നോക്കുക. ശാന്താചന്ദ്രൻ മാഡം വീണ്ടും ഹാൻഡ് റൈസ് ചെയ്താണോ? മാഡം ഒന്ന് ഡോക്ടറെ ഒന്നുകൂടെ ഒരു സംശയം കൂടെ. ഈ ദേഷ്യം തെറി വിളിക്കുന്നവർക്ക് നമ്മൾ അനാകാർഡിയൊക്കെ കൊടുക്കില്ലേ? അപ്പൊ അതിന് നമ്മുടെ ബാച്ച് ഫ്ലവർ റെമഡി ഏത്? ദേഷ്യം വെർവെയിൻ അല്ലേ? ഇംപേഷ്യൻസ് ഒക്കെ ഒരു 2 months 3 months ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേഷ്യം കുറയും. ദേഷ്യം വെർവെയിൻ മാത്രം മതി അല്ലേ? ഓ മതി. ദേഷ്യവും തെറി പറയുന്നതിന് രണ്ട് അത് അബ്യൂസീവ്, അത് വേറെ മെഡിസിൻസാ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് അബ്യൂസിലും അത് റെപ്പർട്ടർ നോക്കുക തന്നെ വേണം. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബൈഹാർട്ടല്ല. അബ്യൂസീവ് പറഞ്ഞ വേറെ ഡ്രഗ്സ് പറയുന്നുണ്ട്. ഇംപേഷ്യന്റ് ഒക്കെ കൊടുക്കാം. ഇംപേഷ്യന്റ് എന്ന് പറയുമ്പോ ദേഷ്യത്തിന് പറ്റൂല. അവര് ഭയങ്കര ഹറിയായിട്ട് ചെയ്യുന്നവർക്കാണ് ഇംപേഷ്യന്റ്. അല്ല, ഹറിയായാലും ഇംപേഷ്യന്റ് ആണ് വരുന്നത്. അർജന്റൈൻ കൊടുക്കുന്നിടത്ത് നമുക്ക് ഇംപേഷ്യന്റ് കൊടുക്കാം. എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇംപേഷ്യൻസ് ആണ് കാണിക്കുന്നത് ശരിക്കും. ഓക്കെ മാഡം. അജിനി ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിന് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഇതിലേതാ? ഒന്നും കൂടെ പറയാം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒറ്റ വേർഡിൽ നമുക്ക് അങ്ങനെ ഇതുണ്ടെങ്കിലും അതുകൊണ്ടുള്ള അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മാത്രം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ തീരുമാനങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഒരു ചെറിയ തരത്തിലുള്ള എതിർപ്പ് പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്ലസ് കള്ളം പറയും. കള്ളം പറയുന്നൊക്കെ വെച്ചാൽ എല്ലാം അവരുടെ ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഒരു നാർസിസ്റ്റിക് അതില് ശരിക്കും പറഞ്ഞാല് ചിക്കറി ട്രൈ ചെയ്ത് നോക്കാം. ചിക്കറി ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തോളണം. അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഇനി അഥവാ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇനി കാശ് ചെലവാക്കാനും തയ്യാറാണെന്നുള്ള തരത്തിലുള്ള ഒരു എന്നെ പൊക്കാൻ വേണ്ടി എന്ത് വേണ്ടി ചിക്കറി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അതിന് ഈ പറഞ്ഞ സിംറ്റത്തിനായിരിക്കുമോ ലതാ മനോഹരൻ ഡോക്ടർ ആന്റിയും ക്രൂഡം പറഞ്ഞിരിക്കുന്നത്? ആണോ? ആന്റിയും ക്രൂഡം ഒരു ചാറ്റ് ബോക്സിൽ അജിനി ഡോക്ടർ പറഞ്ഞ സിംറ്റത്തിന് എഴുതി ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? നമ്മളെ സമയം ഏകദേശം ആയി വരികയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ചോദിക്കാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. അജിനി ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് നല്ല ഒരു ക്ലാസ് എടുത്ത ഗോപീകൃഷ്ണൻ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ലതാ മനോഹരനെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. പിന്നെ ഗോപീകൃഷ്ണൻ ഡോക്ടർക്ക് വളരെയേറെ നന്ദി. കാര്യം ബാച്ച് ഫ്ലവർ മെഡിസിൻ കൊണ്ട് തന്നെ ചികിത്സിക്കാമെന്ന് ഡോക്ടർ നമ്മളെ വളരെ കോൺഫിഡൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. മറ്റേ നമ്മൾ ഓരോ മെഡിസിൻ സെർച്ച് ചെയ്ത് കൊടുത്ത് അതിന്റെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ. പക്ഷെ ഇത് ഒരു വലിയ സപ്പോർട്ട് ആയിട്ട് ഡോക്ടർ ഇപ്പം നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് തന്നിരിക്കുകയാണ്. ബാച്ച് ഫ്ലവർ റെമഡി കൊണ്ട് തന്നെ നമുക്ക് ഇത് ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകിച്ച് മെന്റൽ പ്ലെയിനിലും ഫിസിക്കലി ആയിട്ടും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്
ഡോക്ടറിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ ഒരു വലിയ കാര്യമാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന. ഇതിന്റെ ഇനിയും കൂടുതൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലോർ ചെയ്യണം സാറ്. പിന്നെ എൻ്റെ പേരിലും IFPHന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി ഡോക്ടറെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സമയം കഴിയാറായി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബാഷ് ഫ്ലവർ റെമഡിയെ ഓരോന്ന് എടുത്തു വെച്ച് ഡോക്ടർ നമുക്ക് പരിചയപ്പെടുത്തുകയും നമ്മളെ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപികൃഷ്ണൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സൂമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.